വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഹാൻഡ്സ് പോലുള്ള ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നത് ചോദ്യം ചെയ്തതിന് പിതാവിനെ മകൻ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. കുന്നംകുളം സ്വദേശി വടക്കേത്തലക്കൽ വീട്ടിൽ 77 വയസ്സുള്ള സൈമണെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 7:30ഓടെയായിരുന്നു സംഭവം. ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതിനെതിരെ പിതാവ് സൈമൺ നിരന്തരം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇതിനിടയിൽ 600ഓളം പാക്കറ്റ് ഹാൻഡ്സുമായി സൈമണിന്റെ മകൻ ജോബി കഴിഞ്ഞ ദിവസം കുന്നംകുളം പോലീസിന്റെ പിടിയിലായിരുന്നു. ലഹരി വസ്തുക്കൾ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ഇന്നും രാവിലെ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നത് കണ്ട സൈമൺ ഇത് തടയാൻ ശ്രമിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതിനെ തുടർന്ന് പ്രകോപിതനായ ജോബി പിതാവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. സൈമണിന്റെ നെഞ്ചിൽ ചവിട്ടുകയും മുഖത്തും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും മർദ്ദിക്കുകയും ചെയ്തു. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വാർഡ് കൗൺസിലർ റീജ സലീലിന്റെ നേതൃത്വത്തിൽ പരിക്കേറ്റ സൈമണിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ സൈമൺ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് പ്രതിയായ ജോബിക്കായി അന്വേഷണം ആരംഭിച്ചു. നേരത്തെയും ഇത്തരത്തിൽ മകൻ തന്നെ മർദ്ദിച്ചതിനെ തുടർന്ന് സൈമൺ തൃശൂർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. പരാതി പരിഗണിച്ച ജില്ലാ കളക്ടർ സൈമണെ മർദ്ദിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകുകയും പ്രതിമാസം 3000 രൂപ പിതാവിന് നൽകാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഈ ഉത്തരവ് പോലും ലംഘിച്ചാണ് മകൻ വീണ്ടും ക്രൂരമായി ആക്രമിച്ചതെന്ന് പിതാവ് പറഞ്ഞു. നോക്കണം